ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആഴ്ചയിലൊരു 2 വീഡിയോ ഇടാനുള്ള എനിക്ക് സമയം കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈവിലൊക്കെ വരുമ്പോൾ എന്നോട് എല്ലാവരും സംസാരിക്കണം കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം. ഞാൻ ഷോപ്പെല്ലാം നിർത്തിയതിന് ശേഷം വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ടൈം പാസ് എന്ന് പറയുന്നത് എൻ്റെ ഈ ജോലിയാണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ, പിന്നെ മോള് കോളേജിൽ പോയാൽ, പിന്നെ എനിക്ക് ഒത്തിരി ഫ്രീ ടൈമുണ്ട്. പക്ഷെ കടയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ബിസിയായിരുന്നു. വീട്ടിൽ വരുന്നത് തന്നെ രാവിലെ കടയ്ക്ക് പോയാൽ വീട്ടിൽ വരുന്നത് ചിലപ്പോൾ അർജൻറ്റ് പണിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി 10 മണി 11 മണിയൊക്കെ ആകും ഞാൻ വരാൻ. അതുവരയ്ക്കും ബിസിയായിട്ടുള്ളവർക്കായിരുന്നു. ഇപ്പം ഒത്തിരി ഫ്രീ ആയിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ഷോപ്പ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫ് ഒത്തിരി ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തമിഴിലൊരു ചാനലുണ്ട് കേട്ടോ, ശിവനെ പറ്റിയുള്ള വീഡിയോ മാത്രം ഇടുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാനത് ആർക്കെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഒത്തിരി ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത്, കാരണം എല്ലാ കാലത്തും ദൈവം നമ്മളെ ഒത്തിരി പരീക്ഷിക്കത്തില്ലല്ലോ. എല്ലാ കാലത്തും നമ്മളെ പരീക്ഷിക്കില്ല ദൈവം. എനിക്കത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് അനുഭവമായ കാര്യങ്ങളാണ് കേട്ടോ. പറയുമ്പോൾ എനിക്ക് സങ്കടം വരും, ഒന്നും തോന്നരുത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം അത് എങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെ. അപ്പോൾ നിങ്ങളോട് ഞാനിത് പറയാം. നമ്മളിപ്പം പരിചയമായതല്ലേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം. ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു ഒത്തിരി പ്രശ്നങ്ങളെയൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു തിരിച്ചറിവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എന്നെപ്പോലെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്നവരും എന്നെപ്പോലെ ഒത്തിരി പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നവർക്കൊക്കെ അത് ഉപകാരപ്രദമാകും. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പം ഞാൻ ഉടനെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടെ ഓരോരുത്തർ പറയുന്ന വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും എനിക്കൊരു മനസ്സിനകത്തൊരു സമാധാനമോ ഒരു സ്വസ്ഥത എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങളെല്ലാം അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഹസ്ബൻഡിനും ടെൻഷൻ, ഹസ്ബൻഡിനും ദേഷ്യം, എപ്പോഴും ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതും എനിക്ക് എൻ്റെ വയ്യഴുകയും ഹസ്ബൻഡിൻ്റെ ആ ദേഷ്യപ്പെടലും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ, അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല അതെന്താ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിറയെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിട വരേക്കും, ഈ ഒരു മാസം മുമ്പ് വരേക്കും ഞാൻ ആ ഡിപ്രഷനിൽ തന്നെയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെയാണ് ഞാൻ VMC മലയാളം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കണ്ടത്. അപ്പോൾ ഞാൻ അതിനകത്ത് പോയി നോക്കുമ്പോൾ ധ്യാനത്തിനെ പറ്റി, അപ്പോൾ എനിക്ക് കൊറോണ വന്നപ്പോൾ മുതലേ ഞാൻ ധ്യാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനം, ഒറിജിനൽ ധ്യാനം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിലേക്ക് വന്നപ്പം മനസ്സിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സമാധാനം എനിക്കിപ്പോൾ ഉണ്ട്. അതായത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിന് ഏത് പ്രശ്നം വന്നാലും നമ്മൾക്ക് തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത്. ഒരു തുണി നിറയെ ഓർഡർ വാങ്ങി വെക്കും ഞാൻ. ഓർഡർ വാങ്ങി വെച്ചാലും അത് കറക്റ്റ് ടൈമിൽ തയ്ക്കാനോ അത് തയ്ച്ച് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിനകത്ത് വരില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. നിറയെ തുണി ഓർഡറെല്ലാം നിറയെ വാങ്ങി വയ്ക്കും. കസ്റ്റമറെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കും. ഓരോ റീസൺ പറഞ്ഞ് ഞാൻ ലേറ്റായിട്ടേ ഇരിക്കും, തയ്ക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഉണർന്നത്. ഈ ചാനൽ തന്നെ ഞാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ട് പിന്നെ ഞാൻ ഇടയിൽ വീഡിയോ ഒന്നും ഇടാതെ ഒക്കെ അനങ്ങാതൊക്കെ ഇരുന്ന് ഇപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ പിന്നെ ഒന്ന് ജീവൻ എടുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്.
അപ്പോൾ ആ VMC മലയാളത്തിൽ പോയി ആ ധ്യാനം എടുക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഇപ്പോൾ അത് 41 ദിവസത്തെ ധ്യാനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡെയിലി ഞാൻ ആ ധ്യാനം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ഹസ്ബൻഡ് എന്നെ ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും ഞാനതൊന്നും കാര്യം മറ്റൊക്കെ അങ്ങനെയല്ല. ആദ്യമൊക്കെ പുള്ളി എന്തെങ്കിലും എന്നെ പറയുവാണെങ്കിൽ ഞാൻ തിരിച്ച് പറയും. പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും തിരിച്ച് സംസാരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എനിക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാനിപ്പോൾ ഒന്നും ദേഷ്യപ്പെടാറില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരുന്നേക്കും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കുറച്ചൊക്കെ മനസ്സിന് സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താണ് ഞാൻ ഇതിനകത്തൂടെ പറയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് ആ പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ സറണ്ടർ ആകണം. ആ സറണ്ടർ ആയിക്കാൻ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു സത്യാവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്തുകൊണ്ടാണെന്ന്. നമ്മുടെ ഭാഗത്ത് ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ കറണ്ട് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അത് ഏതോ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്ത് എന്തും ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പം അതിനെ നമ്മൾ സറണ്ടർ ആയി കഴിയുമ്പം ആ പ്രശ്നങ്ങൾ ഒരുപാട് പോകും നമ്മുടെ മനസ്സിന്. അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ ക്ഷമിച്ച് കളഞ്ഞേക്കുക. ക്ഷമിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യമുള്ള ഒരാളെ നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പം പോലും കൂടെ നമുക്ക് പെട്ടെന്നാണ് നമുക്ക് ടെൻഷൻ ആവുന്നത്, ആ ഓർമ്മ വരുമ്പം കൂടെ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ കൂടെ നമ്മളതങ്ങ് മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്കുക, മറന്ന് കളഞ്ഞേക്കുക. അവരെ അത് ക്ഷമിച്ച് കളഞ്ഞേക്കുക. അവരെത്ര വലിയ തെറ്റ് ചെയ്താൽ മറന്ന് കളഞ്ഞേക്കുക. അതിൽ കൂടെ മാത്രമേ നമ്മുടെ ഡിപ്രഷനിൽ നമുക്ക് വെളിയിൽ വരാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം. ഞാൻ അങ്ങനെയാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ കുറേയൊക്കെ ഞാൻ ഒന്ന് റിലീഫായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും എന്ത് ഡിപ്രഷനിലിരുന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാലേ നമ്മുടെ ജോലി നമ്മൾക്ക് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനിൽ പോയി മരുന്ന് കഴിക്കണം, അങ്ങനെ അങ്ങ് പോകും. ആശുപത്രി ജീവിതം അങ്ങനെ അങ്ങ് പോയേക്കും കേട്ടോ. അപ്പോൾ ധ്യാനം എടുക്കണം എല്ലാവരും. ഞാനതാ പറയാൻ വന്നത്. നിങ്ങൾ സീമാജി എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ ധ്യാനമെന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതെടുത്ത് കഴിയുമ്പോഴേ മാത്രമേ ജീവിതത്തിൻ്റെ യഥാർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ അതായത് നമ്മളിപ്പോൾ നിറയെ പേര് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇടുന്നില്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ജീവിതത്തിലൊരു സമാധാനം വേണം, കുടുംബത്തിലൊരു പ്രശ്നം അത് തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതില്ല, നമുക്ക് ഏതോ ഒരു കർമ്മത്തിൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ അത് നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മളിലേക്ക് ആകർഷിച്ചാൽ കൂടെ അതുകൊണ്ട് വേറൊരു പ്രശ്നമേ നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്, നമ്മുടെ ജോലി സംബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നെങ്കിൽ അതേതോ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മയാണ് നമുക്ക് അനുഭവിക്കുന്നത്. അത് നമ്മൾ ഈ സിറ്റുവേഷനിൽ അനുഭവിച്ചിട്ട് സൈലൻ്റായിട്ട് പോയി കഴിയുമ്പം നമുക്ക് അതിൽ നിന്നുള്ള വിടുതൽ എത്ര പെട്ടെന്ന് നമ്മൾ ദൈവത്തോട്, അതായത് ഞാൻ ആ കഷ്ട സമയങ്ങളിലെല്ലാം ഞാൻ നിറയെ അമ്പലങ്ങളിൽ പോകും, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് കഷ്ടങ്ങൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങളെല്ലാം അധികം കൊടുത്ത് എൻ്റെ കർമ്മയെ കുറച്ച് തരുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് എന്നെ സീമാജിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ശരിയായ ഒരു റൂട്ടിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇത്ര കഷ്ടങ്ങൾ ദൈവം. ഞാൻ അമ്പലത്തിൽ പുറവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് ഇത്രയ്ക്ക് കഷ്ടങ്ങൾ തന്നത് എന്നെ നല്ലൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ എനിക്ക് പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളതല്ല അതിനർത്ഥം. പ്രശ്നങ്ങൾ അത് വന്നാലും നമ്മളത് സറണ്ടർ ആകാനുള്ള ഒരു മനസ്സ്, ആ മനസ്സ് നമുക്ക് അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കതിന് സറണ്ടർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അതിന് മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ പ്രശ്നത്തിൽ നിന്നല്ല നമ്മൾ വെളിയിൽ വരാൻ പറ്റും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തേടി യാത്ര ചെയ്യുക, അപ്പോൾ മാത്രമേ ജീവിതത്തിന് സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് പറയാം, ഞാനപ്പോൾ ലൈവിൽ വരും, നമുക്ക് സംസാരിക്കാം. എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് ഇരുന്നിരുന്ന് ബോറടിച്ച് പോയി എനിക്ക്. ഇപ്പോഴാണ് എനിക്കൊരു എനർജറ്റിക് ആയത് ഞാൻ. അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി VMC മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം, അതായത് അടുത്ത ശനിയാഴ്ച.